25 ആംബുലൻസുകൾ ഇന്ന് മറുകരയിലേക്ക് എത്തും. അവിടെ പല ക്യാമ്പുകളായി തിരിച്ചുകൊണ്ട് അവിടെ സ്കൂളും ഒപ്പം തന്നെ മറ്റിടങ്ങളിലും ആ ആംബുലൻസുകൾ പാർക്ക് ചെയ്യും. അതെല്ലാം തന്നെ ഒരു മൊബൈൽ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരുടെ പരിക്കുകൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ പരിഹരിക്കാനും ചികിത്സിക്കാനുമായ സംവിധാനങ്ങൾ ആ ആംബുലൻസുകളിൽ ഉണ്ടാകും. കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഷഫീദ് പറഞ്ഞതുപോലെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതലായി ആ മേഖലയിലേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഈ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയിലേക്ക് ഇന്നലെയോടെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ തെരച്ചിൽ നടത്തണമെങ്കിൽ കൂടുതൽ യന്ത്രങ്ങൾ വേണം, മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണം. അതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ആ പാലം അവിടെ സജ്ജമാക്കിയത്. ആ പാലം വഴി അത്തരം യന്ത്രങ്ങൾ മറുകരയിലേക്ക് കടത്തിവിടും. അതുപയോഗിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ എന്നുകൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ ചാലിയാറിലെ പ്രശ്നമാണ്. ചാലിയാറിലെ ഒരു വലിയ സങ്കടമാണ്. അതിലൂടെ ഒഴുകി വരുന്ന ഏതാണ്ട് ഈ പറയുന്ന ചുരുൾമലയും മുണ്ടക്കയും ഒക്കെയുള്ള മേഖല ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്ന് 36 കിലോമീറ്ററും 40 കിലോമീറ്ററും ഒക്കെ മാറി ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ ഈ 40 കിലോമീറ്റർ പരിധിയിൽ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. പോലീസാണ് അതിന് നേതൃത്വം നൽകുന്നത്. പോലീസും കോസ്റ്റ് ഗാർഡ്, നേവി ഇവരെല്ലാം ചേർന്നാണ് സംഘങ്ങളായി തിരിഞ്ഞ് ഇതിൽ തെരച്ചിൽ നടത്തുക. അതിൽ നാട്ടുകാരും ഉണ്ടാവും, മുങ്ങൽ വിദഗ്ധരും ഉണ്ടാവും. ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലായി ഈ തെരച്ചിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. അവിടെ ആകാശ ദൃശ്യമാണ്. അതിൽ നിന്ന് വ്യക്തമാണ് എവിടെ തൊട്ടാണ് ഈ പൊട്ടലുണ്ടായത്. പൊട്ടി താഴെ കുലിച്ചു വന്ന മേഖലകളിലാകെ, ആ പ്രദേശങ്ങളിലാകെ തന്നെ ഒന്നും ബാക്കി വെക്കാതെ അത് ഒഴുകി പരക്കുകയായിരുന്നു. അല്പം വീടുകൾ മാത്രമാണ് ഈ പുഴയോരത്തുള്ളത്. പക്ഷേ അവിടേക്ക് ഇനി ഇത് വാസയോഗ്യമാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെയൊക്കെ വിട്ടു പോകാൻ നാട്ടുകാർ നിർബന്ധിതരാകുന്നു എന്നതും ഒരു പരമസത്യമാണ്. അവർ പേടിയോടുകൂടി മാത്രമേ ഇനി അവിടെ കഴിയാൻ കഴിയുകയുള്ളൂ എന്ന് ചെറിയ കുട്ടികൾ പോലും പറയുന്നുണ്ട്. ആ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ തന്നെ നാമാവശേഷമായിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികൾ അടക്കം ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ ഇനിയും ബാക്കിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്ക് ഏതാണ്ട് 10-25 കുട്ടികളെ കാണാനില്ല എന്ന കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതുമാണ്. ഇവരൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. ഷഫീദ് റാവുത്തറും ശ്രീകാന്തുമാണ് പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഫീദിലേക്ക് വീണ്ടും. ഷഫീദ്, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ 6 മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിനെ കുറിച്ചാണ്. ഇനി അറിയേണ്ടത് ഈ ആശുപത്രിയിലൊക്കെ തന്നെ ഇപ്പോഴും ഈ പരിക്കേറ്റ അല്ലെങ്കിൽ കാണാതായ ആൾക്കാരെ തെരഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. ഈ മൃതദേഹങ്ങളിൽ തങ്ങളുടെ ആൾക്കാരുണ്ടോ എന്ന് ഇപ്പോഴും ഓരോ ദിവസവും ഓരോ ആംബുലൻസ് വരുമ്പോഴും അതിന് പിന്നാലെ ഓടി അതിലുള്ള ആൾക്കാർ ആരാണ് എന്ന് നോക്കുന്ന ഒരുപാട് ബന്ധുക്കളെ അതിപ്പോഴും കാണുന്നുണ്ട്. അവർക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ആര് നൽകും എന്നത് വലിയ ചോദ്യമാണ്. ഇപ്പോഴും ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക്, ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറി മാറി പോകുന്ന ഒരുപാട് പേരെ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ നിലമ്പൂരിലേക്ക് മൃതദേഹങ്ങൾ തിരിച്ചറിയാനൊന്നും ആരും അങ്ങോട്ട് വരേണ്ട, ആ മൃതദേഹങ്ങൾ പിന്നീട് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം അറിയിച്ചതാണ്. പക്ഷേ എങ്കിൽ കൂടി ബന്ധുക്കൾക്ക് അവരുടെ ഉറ്റവരാണ്, അവരെ തേടി നടന്നേ പറ്റുകയുള്ളൂ. അങ്ങനെ അലയുന്ന ഒരുപാട് പേരെ നമ്മൾ ഇന്നലെയും കണ്ടു. മക്കളെ തേടി അലയുന്ന അച്ഛനമ്മമാരെ തേടി അലയുന്ന മക്കൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പുതുതായി എന്തെങ്കിലും ഉണ്ടോ ഷഫീദ്? നിലവിലിപ്പോൾ ഇന്നലെ രാത്രി വന്ന അവസാനത്തെ ഫൈനൽ അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. അതിൽ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സങ്കടകരമായ ഹൃദയഭേദകമായ കാഴ്ചകൾ അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലകളിൽ, അതായത് വയനാട് മേഖലകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ സാഹചര്യങ്ങളുണ്ട്. മാത്രവുമല്ല, പ്രിയപ്പെട്ടവരെ കാണാതെ ഈ ദുരിതബാധിത ക്യാമ്പുകൾക്കും അതേപോലെ തന്നെ ആശുപത്രികൾക്കും അപ്പുറത്തേക്ക് ഈ ദുരിതബാധിത മേഖലകളിലടക്കം സഞ്ചരിക്കുന്ന ആളുകളെ നമുക്കറിയാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ആളുകളോട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെവിടെയെന്ന് ചോദിക്കുന്ന ആളുകളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ ആ രീതിയിൽ സങ്കടകരമായ കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷെ അപ്പോഴും ജില്ലാ ഭരണകൂടവും ഇന്നലെ മുഖ്യമന്ത്രി അടക്കം ഉറപ്പ് നൽകിയത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിന് വഴിവെക്കില്ല. പരമാവധി സാധ്യമായതെല്ലാം അതുമായി ബന്ധപ്പെട്ട് ചെയ്ത് അവർക്ക് ആശ്വാസം നൽകാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച അങ്ങനെ ചില ആശങ്കകൾ ആളുകൾക്കുണ്ട്. ആശങ്കകൾ മറികടക്കുക എന്നുള്ളത് കാര്യം മാത്രമാണ്. 40 കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും അതേപോലെ തന്നെ നീന്തൽ വിദഗ്ധരുമായ നാട്ടുകാരും ചേർന്നാകും തെരച്ചിൽ നടത്തുക. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായും തെരച്ചിൽ നടത്തും. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായം തേടും. വനം വകുപ്പും
പുഴയുടെ അരികുകൾ കേന്ദ്രീകരിച്ച് മൃതദേഹം തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും. 25 ആംബുലൻസുകൾ വേലിപ്പാലം കടന്ന് ഇന്ന് കടത്തിവിടും എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. 25 ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പിൽ പാർക്ക് ചെയ്യും. ഇതിനോടകം തന്നെ വയനാട്ടിൽ ആവശ്യത്തിലധികം ആംബുലൻസുകൾ ഉണ്ട് എന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് ആവശ്യമില്ല. പക്ഷേ ഈ രീതിയിലായിരിക്കും അപ്പുറത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ ആംബുലൻസുകൾ കയറ്റിവിടുക എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകളും വലിയ വേദനയുണ്ടാക്കുന്ന കണക്കുകളായി മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിന്റെ കൂടുതൽ സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ മറുകരയിലേക്ക് പോവുകയാണ്, മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ അവരുടെ കൂടുതൽ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ടാകും എന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പങ്കുവച്ചതാണ്. ഈ ആശുപത്രികളടക്കം ഇപ്പോഴും പലതരത്തിലും തിരിച്ചറിയപ്പെടാത്ത സാഹചര്യത്തിൽ മൃതദേഹങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ജനിതക പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അത് ആരുടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നിലമ്പൂരിലെ സാഹചര്യം കണ്ടതാണ്. അതായത് ഈ ഭാഗത്തു നിന്നൊക്കെ ഉരുളുപൊട്ടി കുത്തി താഴേക്കൊലിച്ച് മൃതദേഹങ്ങൾ പുഴയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന സാഹചര്യം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. സമാനമായ സാഹചര്യം ഇന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് 3 രീതിയിൽ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 പോലീസ് സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പരിശോധന, അതിനുമപ്പുറത്തേക്ക് പോലീസിന്റെ ഹെലികോപ്റ്ററിൽ സമാന്തരമായ പരിശോധന. അത് ഒരു ഏരിയൽ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ അത് ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമാകും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇനി മൂന്നാമത്തേതാകട്ടെ വനം വകുപ്പിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായത്തോടുകൂടിയുള്ള പരിശോധനയാണ്. വനം വകുപ്പ് അവരുടെ പരിധിയിൽ ഈ പുഴയുടെ അരികു പ്രദേശങ്ങളിൽ വശങ്ങളിലൊക്കെ പരിശോധനകൾ നടത്തും. അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും അവരുടെ ഹെലികോപ്റ്റർ സൗകര്യം ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കൂടി പരിശോധന നടത്തും. ബോട്ടിലടക്കം പ്രാദേശിക സഹായത്തോടുകൂടി തെരച്ചിൽ നടത്താൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഈ മുകൾ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. ആ പരിശോധന ഈ 6 മേഖലകളായി തിരിച്ച് പരിശോധന നടത്തും. അട്ടമലൈ, ആറന്മല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ബെല്ലാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല, ചൂരൽമല പുഴയുടെ അടിവാരം ഈ 6 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന പരിശോധനകൾ നടക്കുക എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ രീതിയിലുള്ള പരിശോധനാ നടപടികൾ ഇന്നും ഈ ഭാഗത്ത് തുടരും. ചൂരൽമലയും മുണ്ടക്കൈയും മേലെ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും അടക്കം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുമ്പോൾ അട്ടൻമലയിലും ആറന്മലയിലും ഏതാണ്ട് 1 കിലോമീറ്റർ പരിധിയിൽ ചില വീടുകളടക്കമുണ്ട്. അവിടെ നിന്ന് ലയങ്ങളൊക്കെ അപ്പാടെ പോകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ കൂടി നോക്കിയുള്ള പരിശോധന ആ ഭാഗത്തുണ്ടാകും എന്നുള്ള വിവരം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ സങ്കടകരമായ കാഴ്ചകളാണ്. ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒട്ടും ആശ്വാസകരമോ പോസിറ്റീവായ കാര്യമാകില്ല. പകരം നമ്മളെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും ഇന്നും ഈ പ്രദേശത്ത് ഉണ്ടാവുക എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം, അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം അവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ സജ്ജമായിരിക്കുകയാണ്. അതിൽ പോലീസുകാരുണ്ട്. അവർ മറുകരയിലേക്ക് ആ പാലം വഴി പോകുന്നുമുണ്ട്. അവരുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ മൈക്കുകളുണ്ട്. അവിടെ നാട്ടുകാർക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങൾ അത് നൽകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയവ മാത്രമേ അതുവഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുകയുള്ളൂ. വലിയ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ആ പാലത്തിലൂടെ മറുകരയിലേക്ക് എത്താൻ കഴിയും. ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അല്പസമയത്തിനകം കുറച്ചുകൂടി വെളിച്ചം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ പോലീസ് അധികൃതർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി ചില പ്രധാനപ്പെട്ട കണക്കുകൾ കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ ഈ പാറയും വലിയ പാറ കഷ്ണങ്ങളും മണ്ണും എല്ലാം ഒഴുകിച്ചെന്ന് എത്തിയത് 8 കിലോമീറ്ററോളം ദൂരത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അത് ISRO നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഏതാണ്ട് 86,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തായാണ് ഈ ഉരുൾപൊട്ടൽ ബാധിച്ചത് എന്നുകൂടി ആ ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റർ ദൂരം ആ പൊട്ടി ഒലിച്ചെത്തിയ വലിയ പാറ കഷ്ണങ്ങൾ, മണ്ണ്, ചെളി ഇതെല്ലാം ഒരു നാടിനെ ഒന്നാകെ, ഒരു നാട് മാത്രമല്ല ആ മുണ്ടക്കൈ മേഖല അതുൾപ്പെടുന്ന ഈ പറയുന്ന പുഞ്ചിരിമട്ടം പൂർണ്ണമായി, ഒപ്പം ചൂരൽമലയുടെ ഭാഗങ്ങൾ, അട്ടമല, ആറന്മല ഈ മേഖലകളിലൊക്കെ തന്നെ പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് വന്നത്. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കണ്ടില്ലേ, വലിയ കൂറ്റൻ പാറകൾ അത് ഒന്നിനു പിറകെ ഒന്നായി എത്തി എന്ന് പറയുമ്പോൾ ഈ പാറകളാണ് മനുഷ്യരുടെ മുകളിലൂടെ വന്നത് എന്ന് ഓർക്കുക. ഇത്രയും വലിയ പാറകൾ വീടുകളിലേക്ക് വന്നടിഞ്ഞ് വീടിനെ മൊത്തം തകർത്തെറിഞ്ഞ് അതിനകത്തുള്ള ആൾക്കാരുടെ മുകളിലൂടെ വന്ന് അവരെ മണ്ണിനടിയിലേക്ക് താഴ്ത്തി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. അങ്ങനെ അലറി വന്ന ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ, ഒരു കുന്നും ഒന്നാകെ ഒന്നിടിഞ്ഞ് വന്ന് ഒരു നാടിനെ ഒന്നാകെ
ഇല്ലാതാക്കി കളഞ്ഞൊരു വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ 8 കിലോമീറ്ററോളം ആ പാറക്കഷ്ണങ്ങളും ചെളിയും മണ്ണുമെല്ലാം എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം അത് വലുതാണ് എന്ന് പറയാതെ വയ്യ. ഏതാണ്ട് 8.6 ഹെക്ടർ മേഖല ഇതുപോലെ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 21.25 ഏക്കർ ഓളം സ്ഥലം ഈ രീതിയിൽ മുഴുവനായും വാഷ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നുകൂടി പറയാതെ വയ്യ. അതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാവുന്നുമുണ്ട്. ഇതേ സ്ഥലത്ത് മുൻപ് ഈ ഉരുൾപൊട്ടൽ നടന്നതിൻ്റെ ശേഷിപ്പുകൾ വ്യക്തമാക്കുന്ന പഴയ ചിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഈ കവളപ്പാറ, പുത്തുമല മേഖലകളൊക്കെ തന്നെ ഈ മുണ്ടക്കൈ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 2019 ഉണ്ടായ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ദുരന്തമൊക്കെ ഈ മേഖലയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം മേഖലകൾ, ചരിവുള്ള കുന്നുകൾ, അവിടെയൊക്കെ ഉരുൾപൊട്ടും, അതുകൊണ്ട് അവിടെ ഒന്ന് മാറി താമസിക്കേണ്ടതുണ്ട് എന്ന് പരിസ്ഥിതിവാദികളൊക്കെ നേരത്തെ തന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇത് മനസ്സിലാവാത്തത്, ബോധ്യപ്പെടാത്തത്, സർക്കാർ എന്തുകൊണ്ട് അത് അമാന്തം കാണിക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വയനാടിന് വേണ്ടി കൈകോർക്കുന്നുണ്ട് നാട്. ഒപ്പം തന്നെ പ്രവാസ ലോകത്തു നിന്ന് ഒരുപാട് സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിദ്ദയിൽ വിവിധ മേഖലകളിലുള്ളവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പരമാവധി സഹായം നൽകുമെന്ന് സമിതി അറിയിച്ചിട്ടുമുണ്ട്. സമാനതകളില്ലാത്ത ദുരന്തം വിതച്ച വയനാടിനു വേണ്ടി കൈകോർക്കുകയാണ് പ്രവാസ ലോകം. വയനാട് ജില്ലാ കൂട്ടായ്മയുടെയും ജിദ്ദ കേരള പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ വിളിച്ചു ചേർത്ത യോഗം ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചു. വ്യവസായികൾ, മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ ദുരന്തത്തിനിരയായവർക്ക് പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയവ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മൻസൂർ വയനാട് ചെയർമാനും സലാഹ് കാരാടൻ ജനറൽ കൺവീനറുമായി സമിതി രൂപീകരിച്ചു. ഷെരീഫ് അറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ സംബന്ധിച്ചു. ജിദ്ദയിലെ പല കൂട്ടായ്മകളും ഇതിനകം ദുരന്തത്തിനിരയായവർക്ക് വീടുകൾ വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗൾഫിന്റെ മറ്റു ഭാഗങ്ങളിലും വയനാടിനു വേണ്ടി പ്രവർത്തനങ്ങൾ സജീവമാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അങ്ങനെ പലയിടങ്ങളിലായി സഹായങ്ങൾ ആവശ്യമുണ്ട് വയനാടിന്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ അനാവശ്യമായ പിരിവുകൾ നടത്തരുത് എന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുക എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതല്ലാതെ അനാവശ്യമായി ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ പണപ്പിരിവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സമാഹരിക്കുക, അത്തരം കാര്യങ്ങൾ നടത്തരുത്. ഒരു കൃത്യമായ അറിയിപ്പ്, നിർദ്ദേശവും ലഭിക്കുന്ന മുറയ്ക്ക്, അതും അധികൃതരുടെ ഭാഗത്തും അത്തരം നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ മാത്രം അതിന് തുനിഞ്ഞാൽ മതി എന്നാണ്. കാരണം ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ കാര്യങ്ങൾ അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയാതെ ആയിപ്പോവും എന്നൊരു ആശങ്കയാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. അതുകൊണ്ട് അധികൃതർ എന്ത് നിർദ്ദേശം നൽകുന്നോ അതിനനുസരിച്ച് മാത്രം ഇത്തരം പണപ്പിരിവാണെങ്കിലും അല്ലെങ്കിൽ വസ്ത്രങ്ങളും മറ്റ് സാമഗ്രികളൊക്കെ ആണെങ്കിലും അത് ശേഖരിക്കുന്നത് ചെയ്യണം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. എന്തായാലും അത്തരം സഹായങ്ങൾ അത് നമ്മൾ നമ്മുടെ കർത്തവ്യമായി കണ്ട്, നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ട്, കടമയായി കണ്ട് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ഉണ്ടാവുക എന്ന കാര്യം നേരത്തെ അറിയിച്ചതുമാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങളനുസരിച്ച് ഏതാണ്ട് 8 കിലോമീറ്ററോളം തന്നെ ഈ വലിയ പാറക്കല്ലുകളും ഒപ്പം മണ്ണും ചെളിയും എല്ലാം കുത്തിയൊലിച്ച് വന്നിട്ടുണ്ട് എന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. അത് കടന്നു വന്ന മേഖല മുണ്ടക്കയുടെ വിവിധ മേഖലകളായി പുഞ്ചിരിമട്ടം, ഒപ്പം തന്നെ അട്ടമല, ആറന്മുള, ചൂരൽമല, ഈ മേഖലയൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത്, അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന വീടുകൾ, അത് പുഴയെന്ന് പറയാൻ കഴിയില്ല, കാരണം പുഴ 2ആയി പിരിഞ്ഞ് ഒഴുകുന്നുണ്ട് അവിടെ, ഇരുവഴിഞ്ഞി പുഴ. അപ്പോൾ ആ പുഴയുടെ കരയിലൊക്കെ തന്നെ ഇപ്പോൾ ഉള്ള മേഖലകൾ, ഇപ്പോഴുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, അതൊന്നും ഉറപ്പുള്ളതാവാൻ ഒരു വഴിയുമില്ല. അപ്പോൾ അവിടെ ഇനി കഴിയുക സാധ്യമാണോ എന്ന ചോദ്യമുണ്ട്. അവിടേക്ക് ഇപ്പോഴുള്ള ആൾക്കാർ ക്യാമ്പുകളിലാണെന്നറിയാം, പലരും ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നുമുണ്ട്. അവർ തിരിച്ചു പോകാൻ കഴിയുന്ന സ്ഥിതിയിലാണോ? അതിൽ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളുമൊക്കെ ഇടപെടുന്നത്? പ്രജിൻ, ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ചൂരൽമലയിൽ നൽകാൻ കഴിയുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഈ ഭാഗത്ത് കാര്യമായ മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ മഴ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നും അലേർട്ടുകളുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെ, തിരച്ചിലിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആശങ്ക. മഴ അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. ഇന്നലെ രാത്രി ഒന്നും കാര്യമായൊരു മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് ചാറുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും
മഴ ശക്തമായി തുടങ്ങുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ ഈ 40 ടീമുകൾ 6 സെക്ടറുകളായി തിരഞ്ഞായിരിക്കും ഇവിടെ പരിശോധന നടത്തുക. അതിൽ അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ. അത് കുറച്ചുകൂടി ഗൌരവമുള്ളൊരു സോണായി നമുക്ക് കണക്കാക്കാൻ കഴിയും. മുണ്ടക്കൈയാണ് രണ്ടാമത്തെ സോൺ. മുണ്ടക്കൈയിൽ കഴിഞ്ഞ ദിവസം നമുക്ക് മനുഷ്യസാധ്യമായ തെരച്ചിലൊക്കെ നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുള്ള തെരച്ചിൽ നമുക്ക് അനിവാര്യമാണ്. പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതുമാണ്. GVHSS വെള്ളാർമലയാണ് 5ാമത്തെ സോൺ. അങ്ങനെ 5 സോണുകൾ അങ്ങനെ തിരിക്കുന്നു. പുഴയുടെ അടിവാരം അതൊരു പക്ഷേ ആർമിയുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പുഴയുടെ അടിവാരം അത് 6ാമത്തെ സോണുമായും വെച്ചുകൊണ്ടായിരിക്കും ഈ ചൂരൽമല, മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പരിശോധന നടത്തുക. അത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് വലിയ തരത്തിൽ തെരച്ചിലിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് 25 ആംബുലൻസുകൾ ഈ ബെയിലിപ്പാലം കടന്നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകും. അവിടെ നടക്കുന്ന പരിശോധനകളുടെ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ തുടർ നീക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നീക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്താൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതാണ് ഒന്നാമത്തെ പരിശോധന. മറ്റേതൊന്ന് ഈ ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഈ പരിശോധനകളിലൊക്കെ ആർമിയും NDRFും DSTയും കോസ്റ്റ് ഗാർഡും നേവിയും MAGയും ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരുമുണ്ട്. അതുമാത്രമല്ല ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിലുള്ള തെരച്ചിൽ തുടങ്ങും. 40 കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ഇതൊരു പ്രാദേശിക സഹായം കൂടി തേടിക്കൊണ്ട് ഈ നീന്തൽ വിദഗ്ധരായ നാട്ടുകാരെയും ചേർത്തുകൊണ്ടായിരിക്കും തെരച്ചിൽ നടത്തുക. പോലീസ് സമാന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു തെരച്ചിൽ നടത്തും. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും അവരുടെ പരിശോധന തുടരും. വനം വകുപ്പും ഈ വനഭാഗങ്ങളിലടക്കം പുഴയുടെ അതിർത്തി പങ്കിടുന്ന വനഭാഗങ്ങൾ ഉൾപ്പെടെ തിരച്ചിൽ നടത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് ഒഴുകി ഈ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ മൃതദേഹങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ്. നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം 204 അല്ലെങ്കിൽ 206 പേരെ കാണാനുണ്ടെന്നുള്ള അനൌദ്യോഗിക കണക്ക് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലാണ് കാണാനുള്ളവരുടെ എണ്ണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഏരിയയിലെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ അവർ പറയുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം ഇവിടെ ഈ മാസത്തൊഴിലിനൊക്കെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ആളുകളുടെ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. അവരടക്കം ഈ ദുരന്തത്തിൽ അടിപ്പെട്ടിട്ടുണ്ടാകാം, ദുരന്തത്തിൽ അവരും ഭാഗമായിട്ടുണ്ടാകാം. അപ്പോൾ അവരെ കണ്ടെത്തണം. അതിനുമപ്പുറത്തേക്ക് നിലവിൽ വോട്ടർ ലിസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള കണക്ക് അത് ഈ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവരുണ്ടാകും, കുട്ടികളുണ്ടാകും. ആ കുട്ടികളുടെ അടക്കം എണ്ണം നമ്മളെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കുട്ടികളുടെ അടക്കം എണ്ണം നമ്മളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ ഒരു കണക്കെടുത്ത് പറയേണ്ടത് നമ്മൾ ആരും നോക്കിയാൽ ആരും അത് ഞെട്ടിപ്പോകുന്ന ഒരു കണക്ക് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കണക്കായി ഇത് മാറുകയും ചെയ്തിരുന്നു. 29 കുട്ടികളെ ഈ ഭാഗത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ 2 സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ 2 സ്കൂളിൽ നിന്നും കാണാതായി എന്നുള്ളതായിരുന്നു DDE തന്നെ ഇന്നലെ ഉദ്യോഗസ്ഥല യോഗത്തിൽ അറിയിച്ച കാര്യം. 2 സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങൾ. ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് 11 കുട്ടികളെയും കാണാതായി 29 കുട്ടികളിൽ നിന്ന് 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മുഴുവൻ കുട്ടികളുടെയും വിശദവിവരങ്ങൾ അത് ശേഖരിച്ചു വരികയാണെന്നും ഇന്നലെ ഉദ്യോഗസ്ഥല യോഗത്തിൽ പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പുഴയുടെ ഒഴുക്ക് വീണ്ടും കൂടും. അത് തെരച്ചിലിന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാലാവസ്ഥ അത് പ്രശ്നമാകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ വേലിപ്പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും ആളുകളെ അയക്കുന്നതിന് പരിധികളും ഒക്കെ ഉണ്ടാകും. കാരണം അതൊരു തരം റിസ്കി ഫാക്ടർ, റിസ്കി എലമെന്റ് കൂടിയുള്ളൊരു സംഭവമായി മാറും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം അത് ഒഴിവാക്കാനായിരിക്കും ഈ മന്ത്രിതല ഉപസമിതി അടക്കമുള്ള ആളുകൾ ശ്രമിക്കുക. ഏതായാലും ആ രീതിയിൽ നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നമുക്കൊരു സ്പീഡി ആക്കാനുള്ളൊരു വലിയ എയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പാലം. പക്ഷേ അത് ഏത് രീതിയിൽ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയത്ത് ഈ പ്രഭവ കേന്ദ്രം മുതൽ ചൂരൽമല വരെയുള്ള പ്രദേശങ്ങൾ, അതിൽ പുഞ്ചിരിമുട്ടമുണ്ട്, മുണ്ടക്കൈയുണ്ട്, മേലെ മുണ്ടക്കൈയുണ്ട്, വെള്ളാർമല അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുമ്പോൾ അതിന് താഴേക്ക് ചാലിയാറിൽ കൂടി കാര്യക്ഷമമായ ഒരു പരിശോധന, കാര്യക്ഷമമായ ഒരു തിരച്ചിൽ അത് നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെയും കണ്ടതാണ്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് മഴ ആരംഭിച്ചത്, മുണ്ടക്കൈ ഭാഗത്ത് മഴ ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഈ മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഇപ്പുറത്തേക്ക് മാറ്റി ചൂരൽമല ഭാഗത്തേക്ക് മാറ്റി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന നടപടികളും നമ്മൾ കണ്ടു. ആ രീതിയിൽ വലിയ തരത്തിലുള്ള ചില ആശങ്കകൾ ഇവിടെയുണ്ട്. നമുക്കെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്. അനുകൂലമായി കാര്യമായ
സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. ആ പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ഈ തിരച്ചിൽ നടത്തുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരാണ്. വയനാടിനെ സംബന്ധിച്ച് വയനാട് സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഭാഗമായ ദിവസങ്ങളാണ്. കേരളം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ട ദിവസമാണ്. അതിന് ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പാലം, ഒരു താൽക്കാലിക പാലം, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവർ പണിത് നൽകിയത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ പാലം ഈ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ സഹായകരമാകും. ആർമി എക്യുപ്മെന്റ്സ്, അതേപോലെ തന്നെ ആംബുലൻസുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ, അത് പൂർണ്ണമായും ഇവിടെ വഴി മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടത് ഒരു വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അത് അവിടെ നിന്നൊക്കെ ഈ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ട് ഈ പിക്കപ്പിലൊക്കെ കൊണ്ടുവന്ന് മറുകരയിലാക്കി അവിടെ നിന്ന് സ്ട്രക്ചറിൽ എടുത്ത് ഇപ്പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന അത്തരം സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ ആ രീതിയിലുള്ള കാഴ്ചകൾ, വേദനിപ്പിക്കുന്ന, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, മനസ്സിൽ എപ്പോഴും ഒരു കുത്തായി മാറുന്ന കാഴ്ചകൾ, അത് ഈ ചൂരൽമലയിൽ നമ്മൾ കണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ പാലം സഹായകരമാകും. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോലെ മനുഷ്യരാണ്, വലിയ സ്വപ്നങ്ങളുമായി, അവരുടെ എല്ലാം നശിച്ച മനുഷ്യരാണ്, വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഉണരാൻ വേണ്ടി ഉറങ്ങിക്കിടന്ന മനുഷ്യരാണ്, ഉറങ്ങാൻ പോയ മനുഷ്യരാണ്. അവരെയൊക്കെയാണ് ഒരൊറ്റ രാത്രിയിൽ ഒരു ഉരുൾപൊട്ടൽ, അതൊരു വലിയ ഒരു തീരാ ദുഃഖമായി, ഒരു തീരാ നോവായി അവരെയും വഹിച്ചുകൊണ്ട് താഴേക്ക് വന്നത്. അങ്ങനെ അത് ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന, ഒരുപാട് മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും ഈ രക്ഷാപ്രവർത്തനവും തിരച്ചിലും പ്രതികൂല കാലാവസ്ഥയിലും തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഏത് രീതിയിൽ എഫക്റ്റീവായി നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ളതിൽ മാത്രമാണ് ഇനി ഒരു സംശയമുള്ളത്. പ്രജിൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ, അഭിലാഷ് നമുക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, മഴ കുറച്ചൊന്ന് പെയ്തപ്പോൾ തന്നെ ഈ പുഴയിൽ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. അത് ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകുകയാണ്. ഇന്നലെ ഈ പുഴയുടെ ഒരു ഭാഗത്തേക്ക് ഉരുള് പൊട്ടി വന്ന മറ്റു ഭാഗങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ഒക്കെ ഇട്ടുകൊണ്ട് അതങ്ങനെ തിരിച്ചുവിടുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ രീതിയിൽ തിരച്ചിൽ ഇങ്ങനെ പോകുമ്പോഴും തിരിച്ചടികൾ പലതാണ്. ഇന്ന് ഒരു മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ആ മാസ്റ്റർ പ്ലാൻ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മന്ത്രിതല ഉപസമിതി യോഗത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ വിവരങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. ഏതായാലും ആ തെരച്ചിൽ കാര്യക്ഷമമായി പോകുന്നു. ഇനിയും വലിയ മൺകൂനകൾക്ക് നടുവിൽ, ഒരുപക്ഷെ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിലൊക്കെ മനുഷ്യരുണ്ടാകാം. ആ മനുഷ്യരെ നമുക്ക് തിരിച്ച് കണ്ടെത്തണം. അവരെ നമുക്ക് കണ്ടെത്തി ഇവിടേക്ക് ചൂരൽമലയിലേക്ക് കൊണ്ടുവരണം. അതിനും അപ്പുറത്തേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഏത് എന്നുള്ള കാര്യം അത് നമ്മൾ അവിടേക്ക് നോക്കണം. പൂർണ്ണമായും കാര്യമായി സജീവമായിരുന്ന രണ്ട് മേഖലകളാണ് അപ്പാടെ മുണ്ടക്കൈയും ചൂരൽമലയും അടക്കമുള്ള. ഷഫീദ്, അത് പറയാതെ വയ്യ. കാരണം ഈ ഉത്തര കേരളത്തിലെ തന്നെ വടക്കൻ കേരളത്തിലെ മൂന്നാർ, അല്ലെങ്കിൽ വയനാട്ടിലെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ മുണ്ടക്കൈ. ടൂറിസം സ്പോട്ടായി തന്നെ, അതും ഒരു ശാന്തമായ ഒരു മേഖല, ശാന്തമായിരുന്ന ഒരു ഗ്രാമഭംഗി, അതുപോലെ രസകരമായ ഒരുപാട് മേഖലകളുള്ള ഒരു ഗ്രാമം. അങ്ങനെയൊക്കെയാണ് മുണ്ടക്കൈയെ വിശേഷിപ്പിച്ചത്. ആ പ്രത്യേകിച്ചും വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ ഭാഗങ്ങൾ, അത് പലപ്പോഴായി പല ദൃശ്യങ്ങൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരം ഒരുപാട് ഗാനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രകൃതി സുന്ദരമായ ഒരുപാട് മേഖലകളുണ്ട് മുണ്ടക്കിൽ. പക്ഷേ ഇപ്പോൾ ഈ ദുരന്തത്തിന് ശേഷം അത് അങ്ങനെയൊരു നാടേ അല്ലാതായി മാറിയിട്ടുണ്ട്. അവിടുത്തെ പ്രദേശവാസികൾ പോലും പറയുന്നു ഇതൊരു നരകസമാനമായ മേഖലയായി മാറിയിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നു. വലിയ പാറക്കല്ലുകൾ വന്ന് പതിച്ച ഒരുപാടിടങ്ങൾ ആ മുണ്ടക്കൈയിൽ ഏതാണ്ട് 8 കിലോമീറ്ററിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ വ്യാപ്തി എന്നാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകുന്നത്. ഈ പുഞ്ചിരിമട്ടത്തെ ആ ഉത്ഭവ കേന്ദ്രം, അത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ മുകളിലാണ്. അവിടെ തൊട്ട് താഴേക്ക് പൊട്ടി ഒലിച്ച് വന്ന ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പാടെ തച്ച് തകർത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെയൊക്കെ വലിയ വലിയ പാറകളാണുള്ളത്. അവിടെയൊന്നും വീടുകളുണ്ടായിരുന്ന ഇടങ്ങളിലൊന്നും ആ വീടുകൾ കാണാനില്ല, എല്ലാം ഒലിച്ചു പോയിട്ടുമുണ്ട്. അവിടേക്ക് ഇനി തിരിച്ചു പോവുക അസാധ്യമാണെന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. അവിടെ താമസിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് പറയുന്നു. അങ്ങനെ നല്ല രീതിയിലുണ്ടായിരുന്ന ഏറ്റവും പ്രകൃതി സുന്ദരമായൊരു മേഖലയെ ഒന്നാകെ ഇല്ലാതാക്കി കളഞ്ഞ, ആർത്തലത്തെത്തിയ ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പുനരധിവാസം, അതിൻ്റെ പുനർനിർമ്മാണം, അതൊക്കെ വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ആണെന്ന് പറയാതെ വയ്യ. അതിലെങ്ങനെയാണ് ഒരു പ്ലാൻ ഒരുപക്ഷെ അധികൃതർ തയ്യാറാക്കുക? ഈ ഘട്ടത്തിൽ അത് സാധ്യമല്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം, അത് പ്രാഥമികമായെങ്കിലും അതെങ്ങനെയാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്, എങ്ങോട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ടോ? ഷഫീദിലേക്ക് എത്താം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ ചൂരൽമലയിലും ഈ മുണ്ടക്കയിലും ഒക്കെ തന്നെ അത്യാവശ്യം മഴയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ
ദുഃഖകരമാണ് വയനാട്ടിലെ അവസ്ഥ. പ്രജിൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മുണ്ടക്കൈ ഭാഗത്തെ ഒരു ടൂറിസം സാധ്യതകളായിരുന്നു. അങ്ങനെ വലിയ ടൂറിസം, അത് ഈ വലിയ ടൂറിസം എന്നതിനപ്പുറത്തേക്ക് പ്രാദേശിക ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾ സജീവമാക്കിയ എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആഘാതം അത് അങ്ങനെ പെട്ടെന്നൊന്നും വയനാട്ടുകാരെ വിട്ടുമാറില്ല. ചൂരൽമലക്കാരെയും മുണ്ടക്കൈക്കാരെയും പുഞ്ചിരിമട്ടംകാരെയും വിട്ടുപോകില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമായി നമുക്ക് പറയാൻ കഴിയും. അതിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നിർമ്മിച്ച താൽക്കാലിക പാലവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഇന്ന് ബെയിലി പാലം വഴി അപ്പുറത്തേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായി പറയാൻ കഴിയും. ഏതായാലും മഴ തുടരുകയാണ്. മഴ അത് മോശം കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ അത് കാര്യമായി തന്നെ നമുക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിലിൽ പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് പ്രധാനമായും 3 ഘട്ട പരിശോധനകൾ നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗം, ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങൾ, അത് 6 സോണുകളായി കേന്ദ്രീകരിച്ചുകൊണ്ട് 6 മേഖലകളായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അതിന്നുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അട്ടമല ഭാഗം, അതേപോലെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗം, ചൂരൽമല ഭാഗം, വെള്ളാർമല ഭാഗം, അതിനോടൊപ്പം തന്നെ ഈ ചാലിയാറിന്റെ താഴ്ഭാഗം, കൂടാതെ മുണ്ടക്കൈയാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 6 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 1200ഓളം വരുന്ന സൈന്യത്തിന്റെ ഒരു തെരച്ചിൽ, സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകർ അടക്കമടങ്ങുന്ന സംഘത്തിന്റെയും ഒരു തെരച്ചിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്റെ പിന്നിലുള്ള ഈ ബെയിലി പാലം വഴി ഇന്ന് 25 ആംബുലൻസുകൾ ഈ വഴി കടന്നുപോകും. അതോടുകൂടി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു മോശം കാഴ്ചകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളൊരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുക ഈ ചാലിയാർ പുഴ, ചാലിയാർ പുഴയുടെ ഭാഗത്തെ തിരച്ചിലുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്ന സ്ഥലത്ത് അവിടെയും സമാനമായ രീതിയിൽ പലതരത്തിലുള്ള തിരച്ചിൽ നടക്കും. 40 പോലീസ് സ്റ്റേഷൻ പരിധിയിലായി പോലീസുകാരും അതേപോലെ തന്നെ ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ, നാട്ടുകാരായ പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ അവരെയും ചേർത്തുകൊണ്ടൊരു ഒരു തെരച്ചിൽ നടത്തും. അത് ഏതെങ്കിലും തരത്തിൽ ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലോ ചാലിയാർ പുഴയിലോ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടോ പൊങ്ങി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് കണ്ടെത്തുകയാണ് പ്രധാന ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് മറുകരയിലെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വേലിപ്പാലത്തിലുള്ളത്. അല്പസമയത്തിനുള്ളിൽ ആർമിയുടെ അടക്കം രക്ഷാപ്രവർത്തക സംഘം അവരിവിടേക്ക് എത്തി. അവരായിരിക്കും ഇനി ഇക്കാര്യങ്ങൾ അപ്പുറത്തേക്ക് പോയി മറ്റു കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ചാലിയാർ പുഴയിലെ കാര്യമായിരുന്നു. ചാലിയാർ പുഴയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അതിനും അപ്പുറത്തേക്ക് NDRF, SDRF അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് മറ്റൊരു പരിശോധന, കൂടാതെ പോലീസിന്റെ തന്നെ ഹെലികോപ്റ്റർ പരിശോധനകൾ ഉണ്ടാകും. ആ ഹെലികോപ്റ്റർ പരിശോധനകൾക്കപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും പരിശോധന ഉണ്ടാകും. ഈ സംഘങ്ങളിലൊക്കെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തും. അവരുടെ ആശങ്കകൾ, അവരുടെ അറിവുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇനി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് കൂടുതൽ സൗകര്യങ്ങൾ അത് ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാം. ഐബോർഡ്, ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ടോ നാളെയോ ആരംഭിക്കും എന്നുള്ളതും ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 25 ആംബുലൻസുകൾ നിലവിൽ ഇപ്പോൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേക പാസ് നൽകിയിട്ടായിരിക്കും ഈ ഭാഗത്തേക്ക് കടത്തിവിടുക. ഈ തെരച്ചിലിന് ഏറ്റവും കൂടുതൽ ഇത് വഹിക്കുന്ന ഈ 6 നായകളെ തെരച്ചിലിന് സഹായിക്കുന്ന 6 നായകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും 4 കടാവർ നായകൾ കൂടി വയനാട്ടിലേക്ക് എത്തും. അങ്ങനെ എത്തുന്നതോടുകൂടി ഇക്കാര്യത്തിൽ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു ശ്രമം കൂടി, മറ്റൊരു തരത്തിലേക്കുള്ള ഒരു നീക്കം കൂടി നമുക്ക് നടക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇവിടെ ഇന്ന് ഈ മഴ പെയ്തതിനു ശേഷം വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ മൃതദേഹങ്ങൾ ചാലിയാറും കടന്ന് കിലോമീറ്ററുകൾ കടന്ന് പോകുന്നത് നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കടന്ന് അങ്ങനെ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇത് തങ്ങിയിട്ടുണ്ടോ? കാരണം വലിയ മലയും കല്ലും ഉരുൾപൊട്ടി ഇങ്ങോട്ടേക്ക് വന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ മൃതദേഹങ്ങൾ അതിനടിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞ് പൊങ്ങാൻ സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാലിയാർ പുഴയുടെ ആ ഭാഗത്ത്, അതായത് ചാലിയാർ പുഴയുടെ ഭാഗങ്ങളിൽ ഈ രീതിയിലുള്ളൊരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമാണ്, സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാണ്. പക്ഷേ ആ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഇന്നലെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് കണ്ടത്. അത് വേലിപ്പാലം നിർമ്മാണമായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ, മിനിഞ്ഞാന്ന് വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയത് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി. അത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്ന ഒരു കാര്യം കൂടിയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇനിയും നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെയുള്ളത് ഇന്നത്തെ ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള 2 തരത്തിലുള്ള പരിശോധന.
പരിശോധന അത് 6 സെക്ടറുകളായി തിരിച്ച ഈ ഭാഗത്ത് ചൂചനമല മുതൽ മുകളിലേക്ക് പ്രഭവ കേന്ദ്രം വരെയുള്ള സ്ഥലങ്ങളിൽ അടിപ്പെട്ട വീടുകൾ, അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നുപോയ വീടുകൾ, അതേപോലെ മണ്ണിനടിയിലായി പോയ മനുഷ്യരുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ട സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുക. അതിന് ഒരു മിസ്സിംഗ് കണക്കുകൾ കൃത്യമായി നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അത് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു കണക്ക് ഈ ഘട്ടത്തിൽ തരിക സാധ്യമല്ല. കാരണം നമ്മൾ ആവർത്തിച്ച് പറയുന്നു, നേരത്തെ ഈ ടൂറിസ്റ്റുകൾ ഉണ്ടാകാം, അതിനുമപ്പുറത്തേക്ക് ഈ തോട്ടങ്ങളിൽ പണിക്ക് വരുന്ന മാസപ്പണിക്കൊക്കെ വരുന്ന ആളുകൾ നിരവധിയുണ്ട് പ്രജിൻ. കാരണം ഈ അന്യ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്ന പലതരത്തിലുള്ള ആളുകളുണ്ട്. അവരടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ അപകട സമയത്ത് പ്രാദേശികമായി പറയുന്നുണ്ട്. അപ്പോൾ അവരുണ്ടാകാം. ഈ തോട്ടം മേഖലയിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് വോട്ടവകാശം ഇവിടെ ഉണ്ടാകണമെന്നില്ല, ആ മനുഷ്യരുണ്ടാകാം. അതിനുമപ്പുറത്തേക്ക് കുട്ടികളുടെ എണ്ണം 26 എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. മിസ്സിംഗ് കണക്കുകൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി അത് കൂടുതൽ വിളിച്ചു പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇനി നമ്മളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ രക്ഷാപ്രവർത്തനവും തിരച്ചിലും തന്നെയാണ്. ആ തിരച്ചിലിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഇന്ന് 2 തരത്തിലുള്ള പരിശോധനകൾ ഈ ഭാഗത്ത് നടക്കും. വയനാടിനെ ഒരു മഹാദുരന്തത്തിന് നാടാക്കി മാറ്റിയ കഴിഞ്ഞ 3 ദിവസം മുൻപുള്ള രാത്രി 2 മണിക്കും 4 മണിക്കും 2 മണിക്കൂർ ഇടവേളയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഏതാണ്ട് നഷ്ടമായ മനുഷ്യരുടെ എണ്ണം നമുക്കറിയാം. അതിങ്ങനെ എടുത്തു പറയുമ്പോൾ നമുക്ക് തന്നെ വിഷമമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഉണ്ടായ മഹാദുരന്തത്തിന്റെ 4ാം നാൾ നമ്മൾ തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു മാസ്റ്റർ പ്ലാൻ കൂടി ഉണ്ടാക്കുകയാണ്, മറ്റൊരു മാസ്റ്റർ പ്ലാൻ കൂടി നീങ്ങുകയാണ്. പക്ഷേ അപ്പോഴും അവിടെ വില്ലനാകുന്നത് മഴയാണ് എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരിക്കൽ കൂടി ഇതിന്റെ ഇന്നത്തെ ഒരു മാസ്റ്റർ പ്ലാൻ അതൊരു പക്ഷേ അടുത്ത ഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും വ്യക്തതയില്ല. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ദുരന്ത ഭൂമിയിലെത്തിയ ആളുകൾക്ക് ആശ്വാസം പകർന്നിരുന്നു. ശേഷം ഇന്നലെ 7 മണിക്ക് ആദ്യം മന്ത്രിതല ഉപസമിതി യോഗവും 7:30 ഉദ്യോഗസ്ഥതല യോഗവും, അതായത് ആർമിയുടെ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത റെസ്ക്യൂ ടീമിന്റെ മറ്റ് മിഷണറീസിന്റെ ആളുകൾ പങ്കെടുത്തൊരു യോഗവും നടന്നു. ആ യോഗത്തിന് ശേഷമാണ് 2 തരത്തിലുള്ള പരിശോധന ഇന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പരിശോധന ഈ ഭാഗം ചൂതരമല മുതൽ മുകളിലോട്ട് ഈ പ്രഭവ കേന്ദ്രം വരെയുള്ള സ്ഥലങ്ങൾ, ഇന്നലെ സുർജിത് അയ്യപ്പത്തും ശ്രീകാന്തും ഒക്കെ ആ സ്ഥലങ്ങളിലേക്ക് നേരിട്ടെത്തിപ്പോയി നമ്മളെ ആ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അത്തരത്തിൽ ഭീതിതമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആ പ്രദേശങ്ങളെ 6 സെക്ടറാക്കിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. ആ 6 സെക്ടറുകളിൽ നമുക്കറിയാം പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങോട്ടേക്ക് മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, ചൂരൽമല, ഒടുവിൽ ഈ പുഴയുടെ താഴ്ഭാഗം, അങ്ങനെ 6 സെക്ടറുകളായി തിരിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട പരിശോധന അതിനുണ്ടാകും. ഏതാണ്ട് 1200ഓളം സേനാംഗങ്ങൾ, റെസ്ക്യൂ ടീം അംഗങ്ങൾ ആ പരിശോധനയിൽ പങ്കെടുക്കും. പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. തെരച്ചിൽ 4ാം ദിനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ, അതായത് 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാനാണ് ദൗത്യസംഘം ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ദിനം തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങൾ മറുകരയിലേക്ക് എത്തിക്കാൻ പോകുന്നു. അവിടെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ നടക്കാൻ പോകുന്നു. 6 മേഖലകളായി തിരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക. ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ മന്ത്രിമാർ. മരണസംഖ്യ ഇപ്പോൾ 297 എന്നുള്ള നിലയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ആ കണക്കുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. പരമാവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം അതാണ് ദൗത്യസംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. 200-ലേറെ പേരെ കാണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഔദ്യോഗിക കണക്ക്. അതിനിടയിലും അതിലേറെ പേരുണ്ട് എന്ന് അവിടെ പ്രദേശത്തുള്ള ആളുകൾ പറയുന്ന സാഹചര്യവുമുണ്ട്. 4ാം ദിനത്തിലെ തെരച്ചിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനിടയിൽ കാലാവസ്ഥ വില്ലനായി മാറുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.